അമേരിക്കയും ഇറാനും ഇന്ന് റോമിൽ വെച്ച് നടക്കുന്ന 5ാം ഘട്ട ആണവായുധ സമാധാന കരാർ പരാജയപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ചില പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു. അവർ പറയുന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും മൗനം സമ്മതം എന്ന തരത്തിൽ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിൽ നടക്കുന്ന റോമിലെ സമാധാന ചർച്ച 5ാം ഘട്ടമാണ്. അതിൻ്റെ വിജയപരാജയങ്ങൾ അതല്ലെങ്കിൽ അതൊരു സമാധാനമായ രീതിയിൽ ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ മാറുകയാണെങ്കിൽ ഏറെക്കുറെ പ്രശ്നമില്ലാത്ത രീതിയിൽ മേഖല മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, എന്നാൽ പറയപ്പെട്ട കരാർ വ്യവസ്ഥ ഇറാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏറെക്കുറെ ഇസ്രായേൽ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അമേരിക്ക നേരിട്ട് കൊണ്ട് യുദ്ധം ചെയ്യാതെ ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനമായിരിക്കുന്ന 2-3 കരാർ വ്യവസ്ഥയാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന് യുറേനിയം സമ്പുഷ്ടീകരണം, ആ പരിപാടി ആ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രദേശം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസി അതല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അനുവദിക്കണം എന്ന തരത്തിലാണ്. പിന്നീട് ഈ പ്രോക്സി വിഭാഗം എന്ന് പറഞ്ഞാൽ യമനിലെ ഹൂത്തികൾ, ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ്, പലസ്തീനിലെ ഹമാസ് പോലെയുള്ള വിഭാഗങ്ങൾ, അവർക്ക് നൽകുന്ന പിന്തുണ ഇറാൻ പിൻവലിക്കണം. ഇങ്ങനെ ഇന്നത്തെ നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധ സമാന സാഹചര്യങ്ങളെ വളരെ രീതിയിൽ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടൽ നടത്തുന്നത് ഇറാനാണ് എന്നതിനാൽ ഇറാന്റെ ശക്തി അല്ലെങ്കിൽ ഇറാന്റെ ഇടപെടലുകൾ ഇല്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജയിക്കും അല്ലെങ്കിൽ അമേരിക്ക ജയിക്കും എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2 വിഷയങ്ങൾ വരുന്നുണ്ട്. അമേരിക്കക്ക് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ വലിയ രീതിയിലുള്ള ഭയമുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. അതിലൊന്ന്, ഇറാന് തിരിച്ച് പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും അമേരിക്കക്ക് സാധിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക മേഖലയെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുമ്പ് ഇറാഖ് പറഞ്ഞു വെച്ച അതേ കാര്യങ്ങൾ, തങ്ങൾക്ക് ശത്രുക്കളില്ലെന്നും തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന തരത്തിലാണ് ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈന്യം ഇറാനെ ആക്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരിച്ചടി ഇറാഖിന് നേരെ നൽകുന്നത് നിങ്ങളുടെ സമീപന രീതിയാണ്. ആ സമീപന രീതി അത്തരം പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യം വിട്ടു പോകണമെന്നാണ് ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. അത് വലിയ രീതിയിലുള്ള വിവാദമായിട്ട് മാറിയതാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാഖ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏറെക്കുറെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും. കാരണം അവരുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് സദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്നതിൽ അമേരിക്ക വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ള രാജ്യം എന്ന നിലക്കും അമേരിക്കയുടെ ഡോളർ പോലും അറബ് രാജ്യത്തെ പെട്രോളിയത്തെ ആശ്രയിച്ചാണ് അതിൻ്റെ മൂല്യ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത് എന്നതിനാൽ ഇവരെ പിണക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് വലിയ പ്രയാസമുണ്ട്. ആ ഒരു വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് യമനുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരു കരാറിലേക്ക് അവർ എത്താനുള്ള കാരണം. അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറയുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ പ്രദേശമാണ് യമൻ എന്നതിനാൽ അവരുമായിട്ട് തർക്കിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായും സൈനികപരമായ രീതിയിൽ വലിയ നഷ്ടമുണ്ടാകുന്നു എന്നതിനപ്പുറം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ മാനക്കേട് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഇറാന്റെ പ്രസിഡന്റ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സൈനികരോട് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ കരാർ ഉണ്ടാക്കിയിട്ട് പതുക്കെ തോൽക്കാത്ത രീതിയിൽ നമുക്ക് ഊരിയെടുക്കാം എന്നുള്ളിടത്താണ് അമേരിക്ക ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത്, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതയും അനുഭവിക്കുന്നത് ഇസ്രായേലാണ്.
കാരണം ഇസ്രായേൽ ഇപ്പോൾ മേഖലയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ലോകരാജ്യത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പോലും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ക്രിമിനൽ പാശ്ചാത്തലമുള്ള പ്രതിയായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. UN സഭ തന്നെ 3 പ്രാവശ്യമെങ്കിലും രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഗസ നിവാസികൾക്ക് ഭക്ഷണം നൽകുന്നത് തടയുന്നത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ്. ആയതിനാൽ തന്നെ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് പല രാജ്യങ്ങളോടും UN സഭ തന്നെ ആവശ്യപ്പെട്ട വിവരങ്ങളൊക്കെ അറിയാം. അപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന വലിയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു യുദ്ധം വിജയിച്ച് കാണിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഇപ്പൊ ഇസ്രായേൽ നേരിടുന്ന എല്ലാ ഭാഗത്തുമുള്ള യുദ്ധത്തിന്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്നുള്ളത് ഇസ്രായേൽ എന്നല്ല ലോകത്തിനൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ അവരെ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും അമേരിക്ക നേരിട്ട് കൊണ്ട് ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത കുറവാണെന്ന് അവർ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇറാനുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. അതിനർത്ഥം ഇസ്രായേൽ ചെയ്തോളണം എന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ രഹസ്യമായ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് റഷ്യയും ചൈനയും ഇറാനും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അത് അന്ന് അമേരിക്ക ഉണ്ടായിരുന്നു. ആ കരാർ വ്യവസ്ഥയിൽ പറയുന്നത് സമ്പുഷ്ട യുറേനിയത്തിന് നിർമ്മിതമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റില്ല. കരണ്ട് പോലെയുള്ള സംവിധാനത്തിന് അത് ഉപയോഗിക്കാം. അത് അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ട് അതിന് അനുമതി നൽകിയിരുന്നു ചൈനയും റഷ്യയും. അപ്പോൾ പിന്നെ ആ വിഷയമൊക്കെ അന്ന് അങ്ങനെ തന്നെ അവസാനിച്ചാണ്. പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത്, ആദ്യഘട്ടത്തിൽ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഈ കരാറിൽ നിന്ന് സ്വമേധയാ പിന്മാറി. ട്രംപ് പിന്മാറി, അമേരിക്ക പിന്മാറി. അതോടുകൂടി സമ്പുഷ്ട യുറേനിയം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഇറാന് കിട്ടിയ തരത്തിൽ അവർ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഏകദേശം ആണവായുധ നിർമ്മിത മേഖലയിലേക്ക് എത്തി എന്നുള്ളതാണ് ചുരുക്കം. ഇപ്പോൾ അവർ ആണവായുധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിനാൽ ഇറാനെ ഒതുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇറാൻ ഈ മേഖല ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വലിയ പരാജയം അമേരിക്കക്ക് ഉണ്ടാകും എന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സഹായങ്ങൾ അമേരിക്ക ഉക്രൈൻ ചെയ്ത് നൽകിയിട്ടും ഇപ്പോഴും റഷ്യ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചില്ല. അവിടെ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്നു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതിനാൽ യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാതെ മറ്റൊരു രക്ഷയുമില്ല എന്നുള്ള ഓരോരോ കാരണങ്ങളും അവസരം നോക്കി നിൽക്കുകയാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഇറാന്റെ തിരിച്ചടി, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഇസ്രായേൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇറാന്റെ തിരിച്ചടി ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഈ ഭരണകക്ഷികൾ തന്നെ അഭിപ്രായ ഭിന്നതയിലാണ്. നമ്മൾ ആക്രമിക്കുക എന്നുള്ളതല്ല, ആക്രമണത്തിനോടനുബന്ധിച്ചുള്ള തിരിച്ചടികൾ എത്രത്തോളം ശക്തമായിരിക്കും, എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും ഇറാന് പിന്തുണ ഉള്ളവരാണ്. അതൊന്ന് ലെബനാൻ, ഈ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിന്തുണ അവർ അതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ സിറിയയിൽ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെതിരെ നല്ലൊരു ജനപക്ഷം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഷിയ വിഭാഗങ്ങളുണ്ട്. ഷിയ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ ഭാഗത്തുള്ള അക്രമം ഏറെക്കുറെ സാധ്യതകളുണ്ട്. ഫലസ്തീൻ ആണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഇറാന്റെ സ്വാധീനം വളരെ വലുതാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യവും നമ്മളോടൊപ്പം സഹകരിക്കുകയോ നമ്മൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നില്ല. ആകെ ഉള്ളത് അമേരിക്കയാണ്. അമേരിക്ക ഒരുപാട് ദൂരത്താണ്. അവരുടെ സഹായം ലഭിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇറാന്റെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിന് മുമ്പേ ചർച്ച വന്നിരുന്നു. അവർ 181 മിസൈലുകൾ സിറിയയിലുള്ള ഇറാന്റെ എംബസി തകർത്തവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചത്. 181 മിസൈലുകൾ പതിച്ചു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ ഇസ്രായേൽ നിയോഗിച്ചിരുന്നു. അവർ പറയുന്നു വളരെ കൃത്യമായ രീതിയിൽ സൈനിക മേഖല, എയർപോർട്ട് മേഖല, ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഗോഡൌണ്, ആണവായുധവുമായി ബന്ധപ്പെട്ട ഏരിയകൾ, ഇതിനെ കേന്ദ്രീകരിച്ച് കൊണ്ട് തന്നെ ലക്ഷ്യം കാണുന്ന തരത്തിലാണ് ആക്രമണം ഉണ്ടായത്. 90% തങ്ങളുടെ മിസൈലും ലക്ഷ്യം കണ്ടു എന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ സ്വല്പങ്ങളൊക്കെ ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നല്ലാതെ നാശനഷ്ടത്തെക്കുറിച്ച് വിവരങ്ങൾ പറയാൻ വേണ്ടി ഇസ്രായേലിന് പോലും സാധിക്കാത്ത വിധം അവർ യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ വിയർത്ത ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തുണ്ടായത്. ഈ ഒരു വിഷയം ഭാവിയിൽ ഉണ്ടാകുന്ന സമയത്ത്, അതായത് വീണ്ടും ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ
തിരിച്ചടി എത്രത്തോളം കനമുള്ളതാണ്, ശക്തമാണ് എന്ന് ഇപ്പോഴും ഇസ്രായേലിന് വിലയിരുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് റോമിലെ പരാജയം ഉണ്ടായാലും മറ്റൊരു ചില റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യതയൊക്കെ തീരെ കുറവാണ് എന്നുള്ളതാണ്. കാര്യം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ഇറാൻ ആക്രമിക്കും എന്ന്, ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായിരിക്കുന്ന ബോധ്യമുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നു, ഇറാൻ തങ്ങളുടെ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തുകയില്ല എന്ന് റോമിലെ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.